ഹായ് ഗായ്സ്, വെൽക്കം ടു താനീസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സെർവൻസ് ഉണ്ടാവും, അതായത് ജോലിക്കാരി അല്ലെ ജോലിക്കാരൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന സെൻറ്റൻസുകളുണ്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടെന്ന് കുറേ ആൾ നല്ല രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ കുറേ ആൾക്കാർ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്നും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. ആർക്കെങ്കിലും ഉപകാരമാവുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ വരൂ, കം ഹിയർ. നമ്മുടെ വീട്ടിലൊരു ജോലിക്കാരനുണ്ട് എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഇപ്പം ലിവിങ് റൂമിലിരുന്നിട്ട് ന്യൂസ് കാണലായിരിക്കും, ചിലപ്പം പത്രം വായിക്കലായിരിക്കും, ചിലപ്പോൾ അതേപോലെ ഡൈനിങ് ടേബിളിൽ ഫുഡ് കഴിക്കാൻ പോയി വേണ്ട അവിടെ ഇരുന്നിട്ടാകുമ്പോൾ ഞങ്ങൾ സെർവൻറ്റിനോട് വരും, ഇവിടെ വരുമോ. അപ്പം എങ്ങനെ പറയും? കം ഹിയർ. ഇവിടെ വരൂ എന്ന് എങ്ങനെ പറയും? കം ഹിയർ. ഇവിടെ വരൂ, കം ഹിയർ. പെട്ടെന്നാകട്ടെ. അപ്പോൾ ചിലപ്പം ജോലിക്കാരൻ കിച്ചണിലോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന അതിൻ്റെ ഇടയിലാണെങ്കിൽ കുറച്ച് വരാനൊന്ന് ലേറ്റ് ആവും. അപ്പോൾ ലേറ്റ് ആവുന്ന പറയുന്നത് നമ്മുടെ യജമാനൻ എന്താ പറയും? പെട്ടെന്നാകട്ടെ. അപ്പം എങ്ങനെ പറയും? ഹറിയപ്പ്. എങ്ങനെ പറയും? ഹറിയപ്പ്. അപ്പോൾ ജോലിക്കാരനോട് ഇവിടെ വരൂ എന്നുള്ളതിന് എന്താണ് പറയുക? കം ഹിയർ. അപ്പോൾ പെട്ടെന്നാവട്ടെ എന്നുള്ളതിന് ഹറി അപ്പ്. വസ്ത്രങ്ങൾ കഴുകൂ, വാഷ് ദ ക്ലോത്ത്സ്. അപ്പോൾ എന്തിനാണ് വിളിച്ചത്? ലോണ്ട്രിക്കുള്ള ഡ്രസ്സെല്ലാം അവിടെ എടുത്തിട്ടിട്ടുണ്ട്, അത് കൊണ്ടുപോയിട്ട് കഴുകാനാണ് പറയുന്നത്. വാഷ് ദ ക്ലോത്ത്സ്. എന്തിനാണ്? ഡ്രസ്സ് കഴുകുന്നതിന് എന്താ പറയാ? വാഷ് ദ ക്ലോത്ത്സ്. കെട്ടിയെടുക്കൂ, പിക്കപ്പ് ദ ബണ്ടിൽ. പിക്കപ്പ് ദ ബണ്ടിൽ ഓർ ലിഫ്റ്റ് അപ്പ് ദ ബണ്ടിൽ എന്നൊക്കെ പറയാം. അതായത് നമ്മൾ പുറത്ത് പോയിട്ട് മോളിലൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല ബൾക്ക് സാധനമായിട്ട് കാറിൽ കൊണ്ടുവന്നു. ഒരു കാർ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മളോട് എന്ത് പറയും? അവിടെ നിർത്തി എന്നിട്ട് സാധനങ്ങളൊക്കെ ആരോട് എടുക്കാൻ പറയും? എടുത്തുകൊണ്ട് വരൂ എന്ന് ആരോട് പറയും? ഭൃത്യനോട് പറയും. അതിന് പറയുന്നതാണ് പിക്കപ്പ് ദ ബണ്ടിൽ. പിക്കപ്പ് ദ ബണ്ടിൽ. സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് എങ്ങനെ പറയാം? പിക്കപ്പ് ദ ബണ്ടിൽ. അതായത് കെട്ടെടുക്കൂ, അതായത് ആ സാധനങ്ങൾ, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത് കൊണ്ടുവെക്കൂ എന്നുള്ള അർത്ഥത്തിൽ പറയുന്നതാണ് പിക്കപ്പ് ദ ബണ്ടിൽ. എനിക്ക് പകുതി ചപ്പാത്തി തരൂ, ഗിവ് മീ ഹാഫ് ചപ്പാത്തി. ചില ആൾക്കാർ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഫുഡ് കഴിക്കുമായിരിക്കും. അപ്പോൾ കഴിക്കുന്നതിൻ്റെ നടുക്കിപ്പോൾ ഒരു 3 കഴിക്കുന്ന ആളാണ്. ചിലപ്പോൾ ചില ദിവസം നമുക്ക് വിശപ്പ് കൂടുമ്പോൾ പറയും, എനിക്കൊരു ഹാഫ് ചപ്പാത്തി കൂടി തരൂ, ഗിവ് മീ ഹാഫ് ചപ്പാത്തി. ഗിവ് മീ ഹാഫ് ചപ്പാത്തി. ശബ്ദമുണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയിസ്. ഇപ്പോൾ ചിലപ്പോൾ കിച്ചണിലെല്ലാം കുറേ സെർവൻസ് എല്ലാം ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി വർത്താനം പറഞ്ഞു നിൽക്കും. അപ്പോൾ ആ സമയത്തായിരിക്കും നമ്മുടെ വീട്ടിൻ്റെ ഉടമസ്ഥൻ മെല്ലെ ഒന്ന് കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയൊരു കാൽപെരുമാറ്റം അങ്ങനെ കേൾക്കുമ്പോഴേ നമ്മുടെ സെർവൻസ് അപ്പുറം ഇപ്പുറം പറയാൻ തുടങ്ങും, എന്ത് ശബ്ദമുണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയ്സ്. ഡോണ്ട് മേക്ക് നോയ്സ്. നമ്മുടെ യജമാനൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ സൗണ്ട് ഉണ്ടാക്കി വർത്താനം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത യജമാനന്മാർക്കും പറയാം, ഡോണ്ട് മേക്ക് നോയ്സ്. ഇനി നിനക്കു പോകാം. അപ്പോൾ സർവൻസ് അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ്, അതായത് എപ്പോഴും പോയി വരുന്ന ആളായിരിക്കാം, ചിലപ്പം അവിടെ നിൽക്കുന്നവരും ആയിരിക്കാം. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് എല്ലാ ജോലിയെല്ലാം ആക്കി ഫുള്ള് കഴിഞ്ഞിട്ടാകുമ്പോൾ പോണവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ പറയും, യു മേ ഗോ നൗ. നിനക്കിന്ന് പോകാം. ഇനി നിനക്ക് പോകാമെന്ന് പറയാൻ പറ്റും. വശത്തേക്ക് നീങ്ങി നിൽക്കൂ, മൂവ് എസൈഡ്. ഇപ്പം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു വലിയ ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ സെർവൻസിനെയൊന്നും ഇവിടെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരില്ല. അപ്പം ചിലപ്പോൾ അറിയാതെ പുതിയതായിട്ട് വന്ന സെർവൻസ് എല്ലാം ആണെങ്കിൽ അവരറിയാതെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെ ഹൗസ് ഓണർ പറയും, അല്ല യജമാനൻ പറയും, എന്ത് പറയും? മൂവ് എസൈഡ്, കുറച്ചങ്ങോട്ട് മാറി നിൽക്ക്. ഫാമിലിയിൽ ഉൾപ്പെടുത്തില്ല. ജോലിക്കാരായിട്ട് മാത്രം കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ മൂവ് എസൈഡ്, ഇങ്ങോട്ടേക്ക് വരണ്ട എന്നുള്ള അർത്ഥത്തിൽ പറയും. പോയി അല്പം വിശ്രമിക്കൂ, ഗോ ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ.
ഇപ്പൊ നമ്മുടെ അവിടെ തന്നെ നിൽക്കുന്ന സെർവൻസ് ആണെങ്കിൽ ചിലപ്പോൾ 4 മണിയുടെ ചായയെല്ലാം കഴിഞ്ഞ് അല്ല ഉച്ചക്കത്തെ ചോറെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ യജമാനത്തി പറയും, നീ പോയിട്ട് ഇനി കുറച്ച് സമയം വിശ്രമിച്ചോളൂ. ഗോ ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ. ഗോ ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ. നാളെ നേരത്തെ വരാൻ മറക്കരുത്. ഇതിപ്പം ഡെയിലി പോയി വരുന്ന സെർവൻസ് ആണെങ്കിൽ ഇന്ന് പോകുന്ന സമയത്ത് പറയും, ഡോണ്ട് ഫോർഗെറ്റ് ടു കം ഏർലി ടുമാറോ. നാളെ നേരത്തെ വരാൻ മറക്കരുത് എന്ന് പറയും. എന്ത് പറയും? നാളെ നേരത്തെ വരാൻ മറക്കരുത് എന്ന് പറയും. ഇതിന് പറയുന്നത് ഡോണ്ട് ഫോർഗെറ്റ് ടു കം ഏർലി ടുമാറോ. ഡോണ്ട് ഫോർഗെറ്റ് ടു കം ഏർലി ടുമാറോ. അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം. ഇവിടെ വരൂ എന്നുള്ളതിന് എന്ത് പറയും? കം ഹിയർ. പെട്ടെന്നാകട്ടെ, ഹറി അപ്പ്. വസ്ത്രങ്ങൾ കഴുകൂ, വാഷ് ദ ക്ലോത്ത്സ്. കെട്ട് എടുക്കൂ, പിക്ക് അപ്പ് ദ ബണ്ടിൽ ഓർ ലിഫ്റ്റ് ദ ബണ്ടിൽ. എനിക്ക് പകുതി ചപ്പാത്തി തരൂ, ഗിവ് മീ ഹാഫ് ചപ്പാത്തി. ഗിവ് മീ ഹാഫ് ചപ്പാത്തി. ശബ്ദമുണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയ്സ്. ശബ്ദമുണ്ടാക്കരുത്, ഡോണ്ട് മേക്ക് നോയ്സ്. ഇനി നിനക്ക് പോകാം, യു മേ ഗോ നൗ. ഇനി നിനക്ക് പോകാം, യു മേ ഗോ നൗ. വശത്തേക്ക് നീങ്ങി നിൽക്കൂ, മൂവ് അസൈഡ്. വശത്തേക്ക് നീങ്ങി നിൽക്കൂ, മൂവ് അസൈഡ്. പോയി അല്പം വിശ്രമിക്കൂ, ഗോ ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ. പോയി അല്പം വിശ്രമിക്കൂ എന്നുള്ളതിന് എന്ത് പറയും? ഗോ ആൻഡ് റിലാക്സ് ഫോർ എ വൈൽ. നാളെ നേരത്തെ വരാൻ മറക്കരുത്, ഡോണ്ട് ഫോർഗെറ്റ് ടു കം ഏർലി ടുമാറോ. ഡോണ്ട് ഫോർഗെറ്റ് ടു കം ഏർലി ടുമാറോ. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്. അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് സെന്റൻസ് എങ്കിലും നമ്മൾ പഠിച്ച് ബൈ ഹാർട്ട് ആക്കിയിട്ട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുക. ഇത് ബൈ ഹാർട്ട് പഠിച്ചത് കൊണ്ടോ എഴുതി വെച്ചത് കൊണ്ടോ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇംപ്രൂവ് ആവാൻ പറ്റില്ല. സ്പീക്ക് ചെയ്ത് തന്നെ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പൊ വീട്ടിലുള്ളവരോടോ ഫ്രണ്ട്സിനോടോ കൊളീഗ്സിനോടോ ആരോട് വേണമെങ്കിലും സംസാരിക്കാം. സ്പീക്ക് ചെയ്ത് മാത്രമേ നമ്മളെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവുകയുള്ളൂ. അപ്പൊ ഈ ഡെയിലി യൂസിങ് സെന്റൻസ് നല്ല രീതിയിൽ പഠിക്കുക, എന്നിട്ട് നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്. ഇതിന്റെ കൂടെ എനിക്കിന്ന് പറയാനുള്ളത്, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ പറയുന്ന കേട്ട് ആരെയും മോശമായി വിലയിരുത്താൻ പാടില്ല. അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതോ അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കാത്തതോ ആയ ഒരു കാര്യം ആര് പറഞ്ഞാലും പൂർണ്ണമായും വിശ്വസിക്കാൻ പാടില്ല. അത് നമ്മുടെ ലൈഫിൽ തന്നെ വളരെ രീതിയിൽ മോശമായിട്ടാണ് ഭവിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന്, തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ പറ്റിയിട്ട് ഒരാൾ നമ്മളോട് മോശമായി പറഞ്ഞു. നമ്മളതറിയാതെ കുറച്ച് പേരോട്, നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ളവരോട് പറഞ്ഞു. അവരത് നമ്മൾ പറഞ്ഞതിന്റെ പൊലിപ്പും തുകലും കൂട്ടി വേണ്ടാത്ത രീതിയിലാക്കിയിട്ട് ചിലപ്പം ആ കോളനി ഫുള്ള് സ്പ്രെഡ് ആക്കും. അപ്പോൾ പറഞ്ഞതാരാന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പേരും പറയും. പക്ഷെ നമ്മളായിരിക്കത്തില്ല പറഞ്ഞു തന്നത് വേറെ ഒരാളാണ്. നമ്മളെ ഫ്രണ്ട്സ് എല്ലാം വിചാരിച്ചിട്ട് പറഞ്ഞു പോകും. അപ്പം മോശം ആർക്കാണ്? നമ്മക്കാണ്. അപ്പോൾ അതുപോലെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് ഒന്നും കറക്റ്റ് അറിയാതെ ആരെ പറ്റിയും അങ്ങനെ പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ലൈഫിൽ എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.